കോട്ടയം മാർപ്പൂക്കരയിൽ സ്കൂൾ മൈതാനത്തിന് സമീപം അസ്ഥികൂടം കണ്ടെത്തി. മൈതാനത്ത് ഫുട്ബോൾ കളിക്കുകയായിരുന്ന വിദ്യാർത്ഥികളാണ് അസ്ഥികൂടം കണ്ടത്. ഗാന്ധിനഗർ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി. ടോബി ജോൺസൺ കോട്ടയത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സുഹൈല്, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ മൃതദേഹം എന്ന് പറയാൻ സാധിക്കില്ല, അസ്ഥികൂടമാണ്, കാരണം അതിന് കാലപ്പഴക്കമുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്, അത് കണ്ടെത്തുന്നത്. ഞാൻ നിൽക്കുന്നത് ആർപ്പൂക്കര ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ്. ആ ഗ്രൗണ്ടിന് തൊട്ടടുത്തുള്ള ഒരു കാടുണ്ട്, ഒരു മരങ്ങൾ വളർന്ന് കൂടി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇതിനുള്ളിലാണ് ഈ അസ്ഥികൂടം കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരം ഇവിടെ കുറേ ആളുകൾ കളിക്കുന്നുണ്ടായിരുന്നു. അവർ കളിച്ചപ്പോൾ ഫുട്ബോൾ അതിനുള്ളിലേക്ക് പോയി. അങ്ങനെ ആ ബോൾ തപ്പിച്ചെന്നപ്പോഴാണ് ഈ അസ്ഥികൂടം കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ അവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഗാന്ധിനഗർ പോലീസിലാണ് വിവരം അറിയിച്ചത്. മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള സ്ഥലമാണ്. അവിടെ നമുക്കിപ്പോൾ കാണാം, ആ അകത്ത് കയറി അസ്ഥികൂടം എടുത്ത് പുറത്തു കൊണ്ടുവന്ന് വെച്ച് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരുടേതാണെന്നോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് യാതൊരു വിവരവും ഇപ്പോൾ പോലീസിന് മുൻപാകെ ഇല്ല. ഈ അസ്ഥികൂടം എടുത്ത് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്തുള്ള ചില ആളുകൾ കൂടിയുണ്ട്, അവരോട് കൂടി നമുക്കൊന്ന് ചോദിക്കാം. ചേട്ടാ, ഇന്നലെ എപ്പോഴാണ് ഇത് കണ്ടതെന്ന് വല്ല അറിയാം? ഇന്നലെ പിള്ളേർ ഇത് പ്രാക്ടീസിനുണ്ടായിരുന്നല്ലോ ഇവിടെ. അന്നേരം അവരാണ് ബോൾ അടിച്ച് അങ്ങോട്ട് കയറി പോയപ്പോഴാണ് ഇത് സംഭവം കണ്ടുപിടിക്കുന്നത്. ഞങ്ങളൊക്കെ ഒരു സന്ധ്യ പരിപാടി ഉണ്ടായിരുന്നു. എന്നും വരുന്നുണ്ട്. ഞങ്ങൾ നടക്കാനും വരുന്നുണ്ട്, പ്രായമായവരൊക്കെ നടക്കാൻ വരുന്നുണ്ട്. ആളുകൾ പോകാറുണ്ട്. അതിനകത്ത് എങ്ങനെ പോകുന്നത്? പോലെ കൊടുമ്പലമല്ലേ ഇത്. ഇതിന്റെ ബാക്കിയാണ് അപ്പുറം കിടക്കുന്നത്. അപ്പോൾ അതിന് ഈ ചുറ്റുമതിലും എല്ലാം പോയി എതിലേ വേണമല്ലോ, ഇവിടെ ആർക്ക് വേണമല്ലോ, എപ്പോൾ വേണമല്ലോ കയറാം. ആ അന്തരീക്ഷത്തിലാണ് ഇവിടെ. എന്തായാലും നാട്ടുകാരുടെ പ്രതികരണമാണ് കേട്ടത്. ഇന്നലെ രാത്രി വരെ വൈകുന്നേരം വരെ ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഫുട്ബോൾ കളിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ബോൾ തെറിച്ച് അകത്തേക്ക് പോയതിനെ തുടർന്ന് അവർ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇത് കണ്ടെത്തിയത്. ആരുടേതാണ്, ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് അന്വേഷണ സംഘം പോലീസ് കടന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കാണാതായ വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. സുഹേൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.